എൻ്റെ നാട്ടിൽ ഉറുമ്പ് ബീൻസ് അല്ല ബീൻസിന്റെ കുപ്പായ എങ്ങനെ ഊരാ. മാങ്ങാണ്ടിയുടെ ഫൈനൽ എന്താണ് എങ്ങനെ ഇരിക്കുന്നത്? ഒരു പെണ്ണിൻ്റെ അല്ലേ. വൈകുന്നേരമായി ഗൈസ്. ഞങ്ങൾ കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളില്ല, അങ്ങനെ അത് വാങ്ങാൻ പോവുകയാണ്. പുറത്ത് നല്ല മഴ വരാനുള്ള സാധ്യതകൾ കാണുന്നു. പോവാനിറങ്ങിയ പാടെ ഗൈസ് മഴ വന്നു. അപ്പോൾ ഓൾ സെറ്റ് ടു ഗോ. ടാറ്റാ ബൈ ബൈ. പൊട്ടാറ്റോ ഉണ്ടോ? അങ്ങനെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി നേരെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ എത്തി എല്ലാം ക്ലീൻ ചെയ്ത് ആവശ്യമുള്ള സാധനം എല്ലാം അരിയാൻ വേണ്ടിയിട്ട് റെഡിയാവും. ആദ്യം തന്നെ ഓനിയൻ ചോപ്പ് ചെയ്തെടുക്കാം ആവശ്യത്തിന്. ഓക്കെ, അപ്പോൾ ഇത് റെഡിയായി. ഉരുളക്കിഴങ്ങിനൊരു ട്രാൻസിഷൻ ആയാലോ? ഞാൻ വേറെ ചിലരെ കൊല്ലാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ തരട്ടെ? അതെന്താ? അവർ നിങ്ങളെ പറ്റുന്ന പേരില്ല എനിക്ക് തീറ്റ. ഓ, അപ്പൊ എന്നെ കൊന്നു കഴിഞ്ഞാൽ എന്നെ ചോദിക്കാൻ പറയാൻ പാടില്ലല്ലോ. ഞാൻ ചോദിക്കാം, ഞാൻ ചോദിക്കാം. ആ ശരി, എങ്ങനെ ചത്ത ജോസു എന്നാണോ? അതെ അതെ, നിങ്ങൾ ഇതാണ് ആരാ? ഒരു അധ്യാപികയാണ്. ഇങ്ങനെ ഒരു പ്രൊഫഷൻ അബദ്ധത്തിലായി പോയതാ, പറ്റിപ്പോയതാ. എന്ത് ചെയ്യാൻ? അങ്ങനെയല്ല, ജോലിയൊന്നും കിട്ടില്ല പറഞ്ഞപ്പോ അങ്ങനെ കേറിയതാ. അല്ല, നിങ്ങളെ പോലെ ഡെഡിക്കേഷൻ കൊണ്ട് കയറിയതൊന്നും തോന്നില്ല. അങ്ങനെ പറയാനില്ല, എന്നാലും എന്തെങ്കിലും പറയണമല്ലോ നിങ്ങളെ കുറിച്ച്. അങ്ങനെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഓവറാക്കിയത് ഇതാക്കണ്ട. എന്നാ ചെയ്യാനാ? ഇവര് ഞങ്ങളുടെ കൊല്ലീഗാന്നും പറയുന്നു. ഇപ്പൊ ഞാൻ ഇവരുടെ ക്ലാസ്സാ കേൾക്കുന്നു. എന്ത് ചെയ്യാൻ? നഷ്ടമൊന്നുമില്ലല്ലോ കേട്ടിട്ട്. നഷ്ടമേ ഉള്ളൂ. എങ്ങനെ കേൾക്കാനാണോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്? ഞാനൊക്കെ ചോദ്യത്തിന് ഉത്തരം അറിയാമെങ്കിൽ പോലും മിണ്ടാതിരിക്കുന്ന ഐറ്റമാണ് ഞാൻ. അപ്പോഴാണ് ഇയാളൊന്ന് ചോദ്യം ചോദിക്കുന്നത് ഞാൻ ഉത്തരം പറയും. ശരി, അത് വെന്ത് വരുന്നു. അപ്പൊ സെറ്റാവും, ഉടഞ്ഞു പോകും. അരിഞ്ഞ സാധനമെല്ലാം പൊട്ടേറ്റോ ആൻഡ് ദി ക്യാരറ്റ്. ഈ വീഡിയോ എങ്ങനെ ആയി വരുമെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഈ രണ്ട് സാധനം റെഡി. ഇത് എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്തൊന്നും മാറ്റിയില്ലെങ്കിൽ ഇത് ഞാൻ പെരക്കി തിന്ന് തീർക്കും. ഇതിലെന്താ സംഭവിച്ചെന്ന് പറഞ്ഞു? ഉറുമ്പ്. എൻ്റെ നാട്ടിൽ ഉറുമ്പ് ബീൻസ് അല്ല തിന്നുന്നത് കേട്ടോ. ഇത് എൻ്റെ നാട്ടിലെ ബീൻസാണ് കേട്ടോ. നിന്റെ നാട്ടിൽ എന്താണ്? കർണാടക. കർണാടക എഴുതി വെച്ചിട്ടുണ്ടല്ലേ? കർണാടകയിലെ ബീൻസ് ആണോ നീ? അതെ. പക്ഷേ ബീൻസിന് ഇതൊന്നും ഇല്ലേ. ആദ്യമേ നമ്മൾ ബീൻസിന്റെ കുപ്പായ എങ്ങനെ ഊരാം? എന്താ ഊരണ്ടേ? ഇതിനും കുപ്പായമില്ല, ഇതിനും ഇല്ല.
ഞങ്ങൾ തണുപ്പ് ഫ്രിഡ്ജ് വെച്ചിട്ട്. എന്നാ മാങ്ങാണ്ടിയുടെ എന്താണ് എങ്ങനെ ഇരിക്കുന്നത്? മല്ലിക മല്ലിക മാങ്ങ ഇരിക്കുന്നതാണ് പറഞ്ഞത്. മല്ലിക എന്ന് പറഞ്ഞ ഒരു പെണ്ണിന്റെ അല്ലേ? ആക്ച്വലി മല്ലിക എന്ന് വെച്ചാൽ കന്നഡയിൽ മുല്ലപ്പൂ എന്നാണ്. അരേ വാ. ഗൈസ് മാങ്ങാണ്ടിയുടെ ഫൈനൽ സ്റ്റേജ്. ബാൻഡേജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫസ്റ്റ് എയ്ഡ് ആയിട്ട്. കൈയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അതങ്ങനെ കൂട്ടി അങ്ങ് പിടിക്കും. കൂട്ടി പിടിച്ചിട്ട് വെള്ളത്തിൽ കൊണ്ടങ്ങ് മുക്കി അത്രേ ഉള്ളൂ. ഹെമറേജ് കണ്ടോ? യാ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും ഒക്കെയാണുള്ള സാധനം. ഇനി ഇതിനകത്തേക്ക് ബീൻസ്, പിന്നെ ആവശ്യത്തിന് ഒരു പൊടി മഞ്ഞപ്പൊടി കൂടി. തവി കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെ ബാലു ഇളക്കി ഇങ്ങനെ വെക്കുക. പറഞ്ഞു എണ്ണയും നെയ്യും കൂടെ മിക്സ് ആക്കാം. കുറച്ച് ഇട്ടോളൂ. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മുടെ സാധനം ഇവിടെ റെഡിയായി ഗൈസ്. It's perfectly okay. Yeah. ഇനി ഇതേ എണ്ണയിലോട്ട് കുറച്ച് പട്ടേ ഗ്രാമ്പൂ ഗൈസ്. ഒരാളെ വിട്ടുപോയിടാൻ വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഇടും. സ്പൈസസ് എല്ലാം മൂത്ത് വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഗ്രേവി ആക്കി എടുക്കാനായിട്ട് ചോപ്പ് ചെയ്ത് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഓണിയൻ ആഡ് ചെയ്ത് വഴറ്റിയെടുക്കുക നന്നായിട്ട്. ലേശം ഉപ്പിടും. ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് തക്കാളി, മഞ്ഞൾപ്പൊടി, കുറച്ച് ബിരിയാണി മസാല, മല്ലിപ്പൊടി, നന്നായിട്ട് ശേഷം ഇതിലേക്ക് ലേശം മുളക് പൊടി, then to that കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചെറിയിരിക്കട്ടെ. വേവിച്ച് വെച്ച പച്ചക്കറി ഇതിലേക്ക് ഇനി റൈസ് കുക്ക് ചെയ്തെടുക്കുക. എല്ലാം റിമൂവ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് അതേ പാത്രം ചൂടാക്കുക. ഓക്കെ, ഒരു സ്പൂൺ മതി. ഓക്കെ, ചൂടായി. കുറച്ച് കറുവപ്പട്ട, പിന്നെ ഒരു 3 ഏലക്ക, കുറച്ച്
കുരുമുളക്, ഇത് കഴുകി വെച്ചിരിക്കുന്ന അരി എടുത്തിടുക. ഇതിലേക്ക് ലേശം നാരങ്ങ പിഴിഞ്ഞ് കുരു മാറ്റാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് പച്ചക്കറി വേവിച്ചപ്പോഴത്തെ സ്റ്റോവ് ഊറ്റി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിൽ തൈര് ആഡ് ചെയ്യാം. ഓക്കെ, ഇതിലോട്ടെ ആവശ്യത്തിന് തൈര് കൊടുക്കുക. ഞാനൊന്ന് ഇത് പാത്രം ഒന്ന് മാറ്റി കൊടുത്തായിരുന്നേ, കുറച്ച് സഫീഷ്യൻറ്റ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ അതിലേക്ക് തൈര് ആഡ് ചെയ്തു. ഗ്രേവി ഓൾ സെറ്റാണ്. റൈസിന് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. സോ ഇതിലൊന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ കുറച്ച് അധികം ഇടുക. റൈസ് സെപ്പറേറ്റ് ചെയ്തു ഗൈസ്. അതിനുശേഷം ഇതിനെ ദം ഇടണം. ഇതിനെ ഇനി ഇതിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്തു ഗൈസ്. ഇനി ഇവനെയും അങ്ങ് ദമ്മിടുക. ഓക്കെ, ഞാൻ ഇനി ഇവനെയും കൂടെ അതിലേക്ക് ഇട്ട് വറുത്ത് വെച്ച ഉള്ളി സാർ ഇവിടെ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ദമ്മിട്ട് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ദമ്മെന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് ഇനി അതിനെ എടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അടിപൊളിയായിട്ട് സെറ്റ്.